6 വർഷത്തെ പ്രണയം, 1.5 വർഷത്തെ ദാമ്പത്യ ജീവിതം. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം ഭാര്യയെ എങ്ങനെ സംശയിക്കാൻ തോന്നും? അവൾ ആരെയെങ്കിലും ഫോൺ വിളിച്ചാൽ പ്രശ്നം, വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചാൽ ചോദ്യം ചെയ്യൽ, സ്വന്തം മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ വിളിച്ചാൽ സംശയം. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ദീക്ഷിത്ത് ഒരു സംശയരോഗിയായിരിക്കണം. ഭാര്യയോടുള്ള സംശയം അയാളെ കൊലയാളിയാക്കി. വൈഷ്ണവിയെ ദീക്ഷിത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായെന്ന് പറഞ്ഞാണ് യുവാവ് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവിയെ കാട്ടുകുളത്തെ ഭർതൃവീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം ഭർത്താവ് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വൈഷ്ണവിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായെന്നും അവശനിലയിലാണെന്നും പറഞ്ഞ് ദീക്ഷിത് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി. ഇതിനിടെ വൈഷ്ണവിയെ മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതോടെ ദീക്ഷിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ദീക്ഷിത്തിനെതിരെ പട്ടികജാതി വർഗ അതിക്രമ തടയൽ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിംഗ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് ദീക്ഷിത്തിന്റെ മൊഴി. ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ സമ്മതിച്ചു. വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണ്. ബന്ധുക്കളെ വിവരമറിയിച്ചത് മരിച്ചെന്ന് ഉറപ്പായി 1 മണിക്കൂറിന് ശേഷമാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി. 2024 മെയ് 19-നായിരുന്നു വൈഷ്ണവിയുടെയും ദീക്ഷിത്തിന്റെയും വിവാഹം. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായിട്ടുണ്ടെങ്കിലും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് ആർക്കും അറിവുണ്ടായിരുന്നില്ല. 4 വർഷത്തെ പ്രണയശേഷമായിരുന്നു രണ്ടുപേരുടെയും വിവാഹം. ന്യൂസ് 18 പാലക്കാട്.